അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 4ാം ക്ലാസ്സിലെ ലിസാൻ പാഠഭാഗ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ലിസാനിലെ ചാപ്റ്റേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ലിസാനിലിപ്പോൾ 10 ചാപ്റ്റേഴ്സാണ് വരുന്നുള്ളത്. ആദ്യത്തിൽ ദുആ ആണ്. ഓക്കെ, ആ ദുആ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് പാടി നോക്കുക. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വേറെ വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വിശദീകരണവുമായി ഇൻഷാല്ലാ വരുന്നതായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് വെച്ചാൽ അജായിബു ഹൽക്കിലായി താല. എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേരിട്ടാ. അജായിബ് ഹൽക്കിലായി താല. നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹുറൂഫുൽ ജർ എന്നാണ്. ഹുറൂഫുൽ ജർ എന്നാണ്. ജർ എന്ന് വെച്ചാൽ കണ്ടില്ലേ, ആ റെഡ് കളറിൽ കണ്ടോ എന്താണുള്ളത്? ആ റെഡ് കളറിലുള്ളത് വായിച്ചു നോക്കാം. ലിസിയാറത്തി അല്ലേ, ലീ വന്നിട്ടുണ്ട്, ലിസിയാറത്തി. അതേപോലെ ഫിൽ അഖ്ഫാസി അലൽ അഷ്ജാരി ലീബിനിഹി അനിൽ ഹയവാനാത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ആ ലീനെ ഫീനൊക്കെ മാറ്റി വെക്കാം. അങ്ങനെ തുടക്കത്തിലുള്ള ഇതൊക്കെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ബാക്കി വരുന്ന വേർഡ്സ് നമുക്ക് നോക്കാം. ലാസ്റ്റിൽ നോക്കിയ എല്ലാത്തിലും കെസർ വരുന്നുണ്ട് അല്ലേ. സിയാറത്തി, അഖ്ഫാസി, അഷ്ജാരി അല്ലേ, എല്ലാത്തിലും കെസർ വരുന്നുണ്ട്. ആ കെസറിനെയാണ് നമ്മൾ എന്താ പറയുക, ജർ. അതിപ്പോൾ മനസ്സിലാക്കുക. ആ കെസറിന് പറയുന്ന എന്താണ്, ജർ. നമുക്ക് എന്ത് സിയാറത്തു എന്ന് കൊടുത്തൂടെ, ലിസിയാറത്താന്ന് കൊടുത്തൂടെ? എന്തുകൊണ്ട് നമ്മൾ അവിടെ കെസർ കൊടുത്തു എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ലെറ്റേഴ്സാണ്. സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ലെറ്റേഴ്സ് കാരണമാണ് ഈ കെസർ കൊടുത്തത്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൻ്റെ ലെറ്റേഴ്സ് കാരണമാണ് നമ്മുടെ ഈ വേർഡിൽ ലാസ്റ്റ് കെസർ വരാൻ കാരണം. നോക്കാം. തുടക്കത്തിൽ ഈ ലെറ്റേഴ്സ് വന്നതുകൊണ്ട് ആ പദത്തിൻ്റെ അവസാനത്തിൽ കെസർ വന്നു. അങ്ങനെ വരുമ്പോൾ ഈ അക്ഷരത്തെ നമ്മൾ എന്ത് പറയും? ജറിൻ്റെ അക്ഷരം അഥവാ കെസർ ഉണ്ടാക്കുന്ന അക്ഷരം എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അക്ഷരങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞില്ല, ആദ്യത്തെ അക്ഷരങ്ങൾ പറഞ്ഞില്ലേ, ഏതാണ്? ലീഫി, അതൊക്കെ പറഞ്ഞില്ലേ. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഏതാണ് ആദ്യം നമുക്ക് തന്നിട്ട് ഉള്ളത്? കാർഡ്. നോട്ടിലോ ടെക്സ്റ്റിൽ സൈഡോ അവിടെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇതെന്തായാലും അറിയേണ്ടതാണ്. അതുകൊണ്ട് ചാപ്റ്ററിൽ തന്നെ സൈഡ് എഴുതിയാൽ കുഴപ്പമില്ല കേട്ടോ. അവിടെ എഴുതിയാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് അർത്ഥം വെക്കുമ്പോഴൊക്കെ നോക്കാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, എഴുതുക ക. അപ്പോൾ ക എന്താണ്? പോലെ എന്നുള്ള മീനിങ് എഴുതി വെക്കുക. അപ്പോൾ എന്താണ്, ഒരു എക്സാമ്പിൾ പറയാം. നായയെ പോലെയാണ് പുലി. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾ വെച്ച് നോക്കാം. കാക്ക് പോലെ എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. അതേപോലെ നെക്സ്റ്റ് ലീ. ലീ എന്ന് വെച്ചാൽ വേണ്ടി. ഏത് ഇസ്മിലും ലീ വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, വേണ്ടി എന്നുള്ള അർത്ഥമാണ് കൊടുക്കേണ്ടത്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഫി. ഫി എന്ന് വെച്ചാൽ ഇൽ. ഇപ്പം എന്താണ്? ഫി മദ്രസത്തി, മദ്രസയിൽ, അങ്ങനെ വരും. ഫി മദ്രസത്തി, മദ്രസയിൽ. നെക്സ്റ്റ് മിൻ. മിന്ന് വെച്ചാൽ നിന്ന്, നിന്ന്. മിന്ന് വെച്ചാൽ നിന്ന്. ഇപ്പം എന്താണ്? ഓക്കെ, മീനൽ മദ്രസത്തി, മീനസൂക്കി. മീനസൂക്കി എന്ന് വെച്ചാൽ അങ്ങാടിയിൽ നിന്ന്. ഓക്കെ, അങ്ങനെയൊക്കെ മീനിങ് വെക്കാം. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് അൻ. അന്നെന്ന് വെച്ചാൽ കുറിച്ച് എന്നുള്ള അർത്ഥമാണ് വരിക. ഇപ്പോൾ അനിൽ ഹയവാനാത്ത്, അനിൽ മദ്രസ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം അല്ലേ. അതേപോലെ അല. അല എന്ന് വെച്ചാൽ മേൽ. അല ത്വാവിലത്തി, എന്ത്? മേശയുടെ മേൽ. ഓക്കെ, അങ്ങനെയൊക്കെ വരും. നോക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. താഴേൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ഇൻതഹൽ ഇംതിഹാനു സനവിയു. വാർഷിക പരീക്ഷ അവസാനിച്ചു. ദഹബ ഫാലിലുൻ മാ വാലിദിഹി. ഫാലിൽ തൻ്റെ ഉപ്പയോടൊപ്പം പോയി. ദഹബ എന്ന് വെച്ചാൽ പോയി എന്നുള്ള മീനിങ് ആണ്.
ഫാലിൽ പോയി മാ വാലിദി. മാ എന്ന് വെച്ചാൽ കൂടെ, ഒപ്പം, അങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്താണ്? ഫാലിൽ തൻ്റെ ഉപ്പയോടൊപ്പം പോയി. ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. ഹദീഖത്തിൽ ഹയവാനാത്ത് മൃഗശാല സന്ദർശിക്കാൻ. ഫറ അൽ അസദ വസറഫത്ത വലബഅ വൽബബ്ര വസ്സഅലബ ഫിൽ അഖ്ഫാസ്. അതായത് സിംഹം, ജിറാഫ്, മാന്, കടുവ, കുറുക്കൻ എന്നിവയെ അവൻ കൂടുകളിൽ കണ്ടു. അല്ലേ? അപ്പം ഇത്ര മൃഗങ്ങളെ കൂടുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അസദ് എന്ന് വെച്ചാൽ സിംഹം. അതേപോലെ സറാഫത്ത് എന്ന് വെച്ചാൽ ജിറാഫ്. വല്ലബിയ മാൻ. വൽബബ്ര കടുവ. വസഅലബ എന്താണ്? കുറുക്കൻ. ഓക്കെ. അപ്പോൾ ഇത്ര മൃഗങ്ങളെ എന്താണ് കൂട്ടിലിട്ട് അവൻ കണ്ടു. സുമ്മ മഷ കലീലൻ പിന്നെ അല്പം നടന്നു. സുമ്മ എന്ന് വെച്ചാൽ പിന്നെ, മഷ നടന്നു, കലീലൻ അല്പം. ഫറൽ ബബാഉ വസക്കറ വൽ അമാമത്ത വൽ അന്തലിബ അലിൽ അസ്ചാർ. ഫറ പിന്നെന്ത് കണ്ടു? എന്തിനൊക്കെ കണ്ടു? ഫറ അൽ ബബാ. ബബാ എന്ന് വെച്ചാൽ തത്ത. അതേപോലെ വസക്കറ പരുന്ത്. വൽ അമാമത്ത പ്രാവ്. വൽ അന്തലിബ രാക്കുയിൽ പക്ഷി. അലൽ അസ്ചാർ മരത്തിൽ കണ്ടു. ഷറ അൽ വാലിദു ലി ഇബ്നിഹി പിതാവ് തൻ്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു. ഷറ എന്ന് വെച്ചാൽ വിശദീകരിച്ചു. വാലിദ് പിതാവ്. ലി ഇബ്നിഹി തൻ്റെ മകനോട്. അനിൽ ഹൈവാനാത്തി വത്തുയൂർ മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച്. ഫക്കാല ഫാലിൽ യാ വാലിദി അപ്പോൾ ഫാലിൽ പറഞ്ഞു, യാ വാലിദി എൻ്റെ പിതാവേ, സാലബു കൽ കൽബി കുറുക്കൻ നായയെ പോലെയാണ്. കണ്ടോ? അവിടെ സാലബ് കഴിഞ്ഞിട്ട് കാ കണ്ടോ? പോലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അവിടെ ഖ പോലെയാണ്. കുറുക്കൻ നായയെ പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വലബിയു കൽ ആനമി മാന് ആടിനെ പോലെയാണ്. അലൈസ കദാലിക്ക അങ്ങനെയല്ലേ? അലൈസ കദാലിക്ക അങ്ങനെയല്ലേ? ഫക്കാല വാലിദ് ബലായ ബുനയ്യ പിതാവ് പറഞ്ഞു, അതേ എൻ്റെ കുഞ്ഞുമോനെ. ഫക്കത് ഫഹിംത തീർച്ചയായും നീ മനസ്സിലാക്കി. അനിൽ ഹയവാനാത്തി വ അനിത്തുയൂർ മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും. ജയ്യിദൻ ജയ്യിദൻ വെച്ചാൽ നല്ല രീതിയിൽ, അല്ലേ? നല്ല രീതിയിൽ എൻ്റെ മോൻ എന്ത് ചെയ്തു? മനസ്സിലാക്കി പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും. വഹിയമീൻ അജായിബ് ഹൽക്കില്ലായി തല അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. ഓക്കെ, നോക്കാം. നക്റഉ നമുക്ക് വായിക്കാം. അപ്പം നെക്സ്റ്റ് ഉള്ളതാണ് നക്റഉ നമുക്ക് വായിക്കാം എന്നുള്ളത്. അപ്പം അതിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ജറിൻ്റെ അക്ഷരങ്ങളും വന്നിട്ടുണ്ട്. നോക്കിയേ. ലിസിയാറത്തി, ലി ഇബ്നിഹി, കൽ കൽബി, കൽ ആനമി, മിനൽ ഹൗലി. അതൊക്കെ ജറിൻ്റെ അക്ഷരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്, അല്ലേ? നമുക്ക് നോക്കാം, അതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. സഹബ സിനാനുൻ ലിസിയാറത്തിൽ ഹദീഖത്തി സിനാന് തോട്ടം സന്ദർശിക്കാൻ പോയി. സഹബ പോയി, സിനാന് ലിസിയാറത്തി ഹദീഖത്തി തോട്ടം സന്ദർശിക്കാൻ. ബയ്യനൽ വാലിദു ലി ഇബ്നിഹി പിതാവ് മകനിക്ക് വ്യക്തമാക്കി കൊടുത്തു. ബയ്യന എന്ന് വെച്ചാൽ വ്യക്തമാക്കി. വാലിദു പിതാവ്, ലി ഇബ്നിഹി തൻ്റെ മകന്. നെക്സ്റ്റ് ലബിയുൽ കൽ അനം മാന് ആടിനെ പോലെയാണ്. സാലബുൽ കൽ കൽബ് കുറുക്കൻ നായയെ പോലെയാണ്. സാലബ് എന്ന് വെച്ചാൽ കുറുക്കൻ ഇട്ടാ. കൽ കൽബ് ക എന്ന് വെച്ചാൽ പോലെ. കൽ കൽബ് കൽബ് എന്ന് വെച്ചാൽ നായെ. നോക്കാം. കുല്ലഹാമിൻ അജായിബ് ഹൽക്കില്ല അത് മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിൽപ്പെട്ടതാണ്. കുല്ലഹ എന്ന് വെച്ചാൽ അത് മുഴുവനും. യതവല്ലഹു ബാസിമും മിനൽ ഹൗലി ബാസിമ് ഹൗലിൽ നിന്ന് വുളോ ചെയ്യും. യതവല്ലഹു എന്ന് വെച്ചാൽ വുളോ ചെയ്യും. ബാസിമുൻ ബാസിമ് ഒരു പേരാണ്. മിനൽ ഹൗലി
ഹൗലിൽ നിന്ന്. കണ്ടോ മിന എന്ന് വന്നത്? അവിടെ ഹൗലി ലാസ്റ്റ് എന്ത് വന്നു? കെസർ വന്നു അല്ലേ? മീന വന്നത് കൊണ്ട് ലാസ്റ്റ് കെസർ വന്നു. നെക്സ്റ്റ് ഫഹിംത അനിൽ ഹയവാനാത്തി, ജീവികളെ കുറിച്ച് നീ മനസ്സിലാക്കി. ഫഹിംത മനസ്സിലാക്കി, അനിൽ ഹയവാനാത്ത് ജീവികളെ കുറിച്ച്. ഹയവാനാത്തി അല്ല, അനി വന്നുകൊണ്ട് അവിടെ എന്ത് വന്നു? അനിൽ ഹയവാനാത്തി. ലാസ്റ്റത്തേന് കെസർ വന്നു അല്ലേ? ഇതെന്താണ്? ജറിൻ്റെ അക്ഷരാണ്. നെക്സ്റ്റ് ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്ത്, പിതാവ് മൃഗങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി കൊടുത്തു. നെക്സ്റ്റ് അൽ അസദു ഫിൽ ഹദീഖത്തി, ഫിൽ ഹദീഖത്തി സിംഹം തോട്ടത്തിലാണ്. അസാലബു ഫിൽ കഫസി, അവിടെയൊക്കെ ശ്രദ്ധിക്കുക, ജറിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഫീ ഒക്കെ വന്നുകൊണ്ട് ലാസ്റ്റ് കഫസി എന്താണ്? കെസറാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്? സാലബു ഫിൽ കഫസി എന്ന് വെച്ചാൽ കുറുക്കൻ കൂട്ടിലാണ്. തുയൂറു അലൽ അസ്ചാർ, അസ്ചാരി പക്ഷികൾ മരത്തിന്മേലെയാണ്. അലാ ഷജറത്തി ബബാഉൻ, മരത്തിന്മേൽ തത്തയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഒന്ന് വായിച്ച് നോക്കട്ടാ. നെക്സ്റ്റ് നഖ്താറു മിനൽ കൗസൈനി വനുക്കമ്മിൽ, ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കുക. ഓക്കെ, ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ക, ലി, ഫി, മിൻ, അൻ, അല. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാം. നോക്കാം, താഴെ തന്നിട്ടുള്ള നോക്കാം. അൽഹംദു ഡേഷ് ലഹി എന്തായിരിക്കും? ഏത് ലെറ്റർ ആയിരിക്കും? അതിന് മീനിങ് നോക്കാം. മീനിങ് നോക്കിയാൽ അറിയാം അല്ലേ? സർവസ്തുതിയും അള്ളാഹുവിനാണ്. അപ്പം അവിടെ എന്തായിരിക്കും? ലീ ആണ് കേട്ടാ. നെക്സ്റ്റ് അൽ ബുർത്തുക്കാലു ഡേഷ് സല്ലത്തി, ഓറഞ്ച് കൊട്ടയിലാണ്. ഇല്ലെന്നുള്ള ഒരിത് വന്ന്, അപ്പം അവിടെ എന്താണ്? ഫി. നെക്സ്റ്റ് ഡേഷ് താവിലത്തി ബിത്തിഹാത്തുൻ, മേശയുടെ മുകളിൽ ബത്തക്കയുണ്ട്. മേശയുടെ മേലിൽ ബത്തക്ക ഉണ്ട്. അപ്പം എന്താണ്? അല. റജ ദാരിസുൻ മദ്രസത്തി, റജ ദാരിസുൻ മദ്രസത്തി, അവിടെ എന്തായിരിക്കും ചേർക്കുക? വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങി. നിന്ന് വരുമ്പോൾ എന്താ പറഞ്ഞത്? മീന. ഓക്കെ, നെക്സ്റ്റ് റളിയല്ലാഹു ഡേഷ് അഹ്ലിൽ ബദരി, ബദരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തൊട്ട് കുറിച്ച് എന്നുള്ളൊക്കെ വരുന്നത് എന്താണ്? അൻ. അപ്പോൾ അവിടെ അന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഡാഷ് സല്ലത്തി മാഞ്ച, കൊട്ടയിൽ മാങ്ങയുണ്ട്. കൊട്ടയിൽ ഇല്ലുന്നുണ്ട് അല്ലേ? അപ്പോൾ കവറിൽ മാങ്ങ ഉണ്ട്. അപ്പോൾ ഇല്ലിൻ്റെ അടുത്ത് എന്താ വരാ? ഫി. നെക്സ്റ്റ് തന്തളിറുൽ ഉമ്മുൽ ബൈത്തി, ഉമ്മു കഴിഞ്ഞിട്ട് എന്താ ചേർക്കേണ്ടത്? ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു. ഇല്ലാണ് വീണ്ടും വന്നിട്ട്, ഇല്ലാബക്ക് ഫീ ആണ്, ഓർക്ക. നെക്സ്റ്റ് സമിയത്തുൽ ആദാന ഡേഷ് മസ്ജിദി, പള്ളിയിൽ നിന്ന് വരുമ്പോൾ എന്താ വേണ്ടത്? മീന അല്ലേ? നെക്സ്റ്റ് നസ്ഹബു ഡേഷ് ലിസിയാറത്തി ജദ്ദിന, ഞങ്ങളുടെ വലിയുപ്പയെ സന്ദർശിക്കാൻ ഞങ്ങൾ പോകും. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ലീ. നെക്സ്റ്റ് അത്താമു ഡേഷ് മായിദത്തി, അവിടെ എന്താ വരാ? അല. ഓക്കെ, അത്താമു അലൽ മായിദത്തി. നെക്സ്റ്റ് അന്ത ഡേഷ് ഉസ്താദി, അന്ത ഡേഷ് ഉസ്താദി, നീ ഉസ്താദിനെ പോലെയാണ്. പോലെയാണെന്ന് വരുമ്പോൾ എന്താ പറഞ്ഞത്? ഖ അല്ലേ? അൻതക്ക അൻതക്കൽ ഉസ്താസി. അതേപോലെ നെക്സ്റ്റ് ഖറൈന ഡേഷ് ഹിജറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഹിജറയെ പറ്റി ഞങ്ങൾ വായിച്ചു. പറ്റി കുറിച്ചൊക്കെ എന്താ പറഞ്ഞത്? അന്നല്ലേ? അപ്പം എന്താണ്? ഖറൈന അൻ ഹിജറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുക? പഠിക്കട്ടാ. നെക്സ്റ്റ് നോക്കുക, ഹയ്യനുൻഷിദു, നമുക്ക് പാടാം.
അപ്പോൾ അതിൽ ജറിൻ്റെ അക്ഷരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ, നോക്കിയേ. അന്ത തത്തലോ ബൈനന അതിലില്ല, നെക്സ്റ്റത്തെ ലൈനിലുണ്ട്. ഫിൽ കവാക്കിബി, കണ്ടോ, ഫിൽ കവാക്കിബി കൽബുദൂരി. ബൽവ അഷ്റഫു മിൻഹുയ സയ്യിദി ഖൈറൻ നബി തറദ്ദലി മൗലൂദി അലാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർലി ഹൗഫം മിന റോബി, ഉണ്ടോ, മിന റോബി. നുലാഹിലുൽ മുഫ്രദ വൽ ജമാ, ഏകവചനം ബഹുവചനം ശ്രദ്ധിക്കുക. ഹയവാനുൻ ഹയവാനാത്തുൻ. അപ്പോൾ ഹയവാൻ എന്ന് വെച്ചാൽ ജീവി, ഹയവാനാത്തുൻ ജീവികൾ. അപ്പോൾ അവിടെ തന്നെ അറിയാം അല്ലേ, ഹയവാൻ എന്ന് വെച്ചാൽ ഏകവചനായി, ഹയവാനാത്തുൻ എന്ന് വെച്ചാൽ ബഹുവചനം. നെക്സ്റ്റ് കഫസുൻ കൂട്, അക്ഫാസുൻ കൂടുകൾ. അപ്പം എന്താണ്, കഫസുൻ എന്ന് വെച്ചാൽ ഒരു കൂട്, ഒന്നിനെ ഉദ്ദേശിക്കുന്നതാണ്. അക്ഫാസുൻ എന്ന് വരുമ്പോൾ എന്തായി, കൂടുകളായി അല്ലേ, കുറേ ആയി, കുറേ കൂടുകൾ, ഒന്നല്ല അതിൽ കൂടുതൽ. നെക്സ്റ്റ് ത്വയ്റുൻ പക്ഷി, തുയൂറുൻ പക്ഷികൾ. ഷജറുൻ മരം, അഷ്ചാറുൻ മരങ്ങൾ. ഇബ്നുൻ മകൻ, അബ്നാഉൻ മക്കൾ. ഹദീഖത്തുൻ തോട്ടം, ഹദായിക്ക് തോട്ടങ്ങൾ. ഒന്നും ഒന്നിൽ കൂടുതൽ, ഏകവചനം ബഹുവചനം, അതായത് മുഫ്രദ് ഏകവചനം വജമാ ബഹുവചനം. اقرأوا من القرآن ونكتشف منه حروف الجر ونعد تحتها. നമുക്ക് ഖുർആൻ ഓതി അതിലുള്ള ജറിൻ്റെ അക്ഷരങ്ങൾ കണ്ടെത്തി അതിൻ്റെ താഴെ അടയാളപ്പെടുത്താം. നോക്കാം. അപ്പോൾ കുറച്ച് ഖുർആൻ ആയത്തുകൾ തന്നിട്ടുണ്ട്, അതിലേതാണോ ജറിൻ്റെ അക്ഷരങ്ങളെന്ന് കണ്ടുപിടിക്കാം. നോക്കാം. അനിന്നബഇൽ അലീം, അനിന്നബഇൽ അലീം. അപ്പോൾ അവിടെ എന്ത് തന്നിട്ടുണ്ട്, ജറിൻ്റെ അക്ഷരമായ അനി, അനി, അനിൽ തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കാം. വലാ യഉല്ലു അലാ ത്വആമിൽ മിസ്കീൻ. അപ്പോൾ അവിടെ അല തന്നിട്ടുണ്ട്. അല്ലസീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്, ഫി അല്ലേ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അപ്പോൾ ലീ തന്നിട്ടുണ്ട് അവിടെ, ഫസല്ലി ലിറബ്ബിക. നെക്സ്റ്റ് കൽ ഫറാഷിൽ മബ്സൂസ്, കൽ ഫറാഷി. അവിടെ എന്താ തന്നിട്ടുണ്ട്, ഖ തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് കൽ ഇഹ്നിൽ മംഫൂഷ്. അവിടെ എന്താ തന്നിട്ടുണ്ട്, ഖ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നൻസഹുൽ കലിമാത്തി. അപ്പോൾ കോപ്പി ചെയ്താൽ തന്നിട്ടുണ്ട് അല്ലേ. നോക്കാം, ഇതെന്താണ്, പാഠത്തിൽ ആദ്യം തന്ന കാര്യമാണ് അല്ലേ. ഇൻതഹൽ ഇംതിഹാനു സനവിയു സഹബ ഫാലിലു മാ വാലിദിഹി. ഇതങ്ങനെ എന്ത് ചെയ്യുക, എഴുതാം. അപ്പോൾ അതെന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് എഴുതാട്ടാ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ജറിൻ്റെ അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അതേപോലെ മീനിങ്ങും എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അവരും നമ്മളെ പോലെ പഠിക്കട്ടെ അല്ലേ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.